അള്ളാഹുവിനല്ലാതെ കഴിയാത്ത കാര്യം. അപ്പൊ ചില പുസ്തകം ചോദിക്കുമ്പോൾ എല്ലാ കാര്യം അള്ളാഹ്ക്കല്ലേ കഴിയുള്ളൂ, ആത്യന്തികമായി എല്ലാം അള്ളാഹു തആലക്കാണ്. പക്ഷേ അള്ളാഹു തആല രണ്ട് നിലയ്ക്ക് കാര്യം നടപ്പാക്കുക. ഒന്ന്, റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥകൾ മുഖേന. അപ്പൊ ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. വിശന്നാൽ ഭക്ഷണം കഴിക്കുക അള്ളാഹ് വെച്ച വ്യവസ്ഥയാണ്. ദാഹിച്ച വെള്ളം കുടിക്കുക അള്ളാഹ് വെച്ച വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ പ്രകാരം പ്രവർത്തിക്കാൻ നമുക്ക് പറ്റും. രണ്ട്, ഈ വ്യവസ്ഥകൾക്കെല്ലാം അതീതമായി അള്ളാഹു തആല നേരിട്ട് നടപ്പാക്കുന്ന കാര്യങ്ങൾ അത് റബ്ബിന് മാത്രമേ കഴിയൂ, മറ്റാർക്കും കഴിയുകയില്ല. ആ നിനക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ അള്ളാഹിനെ പോലെ ആക്കലായി. അതുകൊണ്ടാണ് വല്ലാ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് ബൈബൂടതു തീരം ചെയ്യും ഞാൻ എന്നോവർ. ഏത് നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചാലും ശരി, വിളിച്ചവന്റെ വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മൊഹിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞുവെന്ന് കോഴിക്കോട്ടുകാരൻ എഴുതി വെച്ചു മൊഹിദ്ദീൻ മാലയില്. നമ്മൾ പറയും ഈ വിശ്വാസം തന്നെ ശിർക്കാണ്, ഈ വിശ്വാസം ശിർക്കാണ്. ഈ വഅദ് ഇറാഖിലെ ബഗ്ദാദിലെ ഖബറിൽ കിടന്ന് മൊഹിദ്ദീൻ ഷെയ്ഖ് ഇപ്പോൾ കേൾക്കുന്നുണ്ട് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ അതിന്റെ പേര് ശിർക്ക്ന്ന. തേടാനും പോയിട്ടില്ല, കുത്തുബിയത്ത് നടത്തിയിട്ടില്ല, മാലയും പാടിയിട്ടില്ല, മൊഹിദ്ദീൻ ഷെയ്ഖ് ഇസ്തിഹാസം ചെയ്തിട്ടില്ല. പക്ഷെ അവന്റെ വിശ്വാസം ഈ പ്രസംഗം മൊഹിദ്ദീൻ ഷെയ്ഖ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ അത് ശിർക്കാണ്. എങ്ങനെ ശിർക്കാകുന്നത്? കേൾക്കുക എന്നതിന് അള്ളാഹു തആല നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട്. അത് മൊഹിദ്ദീൻ ഷെയ്ഖിനും ബാധകമാണ്, നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ആ വ്യവസ്ഥ എന്താ? മനുഷ്യന് അള്ളാഹ് കൊടുത്ത കാതുണ്ട്, അതാണ് അവന്റെ വ്യവസ്ഥ. പക്ഷിക്ക് അള്ളാഹ് കൊടുത്ത കേൾവി ശക്തിയുണ്ട്, മൃഗത്തിന് അള്ളാഹ് കൊടുത്ത കേൾവി ശക്തിയുണ്ട്, ജിന്നുകൾക്ക് അള്ളാഹ് കൊടുത്ത കേൾവി ശക്തിയുണ്ട്, മലക്കൾക്ക് അള്ളാഹ് കൊടുത്ത കേൾവി ശക്തിയുണ്ട്. അതിനുള്ളിൽ കിട്ടാവുന്ന കേൾവി എന്തോ അതോനെ കിട്ടും, അതിനപ്പുറത്തുണ്ടാവില്ല. അതാണ് വ്യവസ്ഥ. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ വ്യവസ്ഥ അവസാനിച്ചു. അതിനാ മരണം എന്ന് പറയാം. മരണം എന്ന് പറഞ്ഞാൽ ഈ വ്യവസ്ഥ അവസാനിക്കലാണ്. മൊഹിദ്ദീൻ ഷെയ്ഖും മരിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി മറവ് ചെയ്തത്. ആ മൊഹിദ്ദീൻ ഷെയ്ഖിനെയും മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, മയ്യത്ത് നിസ്കരിച്ചു, ഖബറൊരുക്കി, ഖബർ കൊണ്ടുപോയി മറമാടി. എന്തുകൊണ്ട്? ഷെയ്ഖ് മരിച്ചാലും അല്ലാത്തോ മരിച്ചാലും മരണം ഒരുപോലെയാണ്. എല്ലാം മരണശേഷം റൂഹിന് ലഭിക്കുന്ന അനുഭൂതികൾ എല്ലാവർക്കും ഒരുപോലെയാവില്ല. അത് ബർസഖി ലോകത്താണ്. അവിടെ സന്തോഷമുണ്ടാകും, അവിടെ പ്രയാസമുണ്ടാകും, ശിക്ഷയുണ്ടാകും, രക്ഷയുണ്ടാകും. അത് മറ്റൊരു ലോകമാണ്, ഈ ലോകമല്ല. അവിടെ മൊഹിദ്ദീൻ ഷെയ്ഖ് മരിച്ചപ്പോഴും അദ്ദേഹത്തെ സ്വത്ത് പിന്നെ കുട്ടികൾ ഓലിച്ചു പോയിട്ടുണ്ടാവും. അദ്ദേഹത്തെ ഭാര്യമാർ വിധവകളായി മാറി, അവർക്ക് വേറെ വിവാഹം ചെയ്യാം, മക്കളെ യതീമായി മാറി, സമ്പത്ത് മറ്റുള്ള അവകാശികൾക്കായി മാറി. അദ്ദേഹം അതുവരെ ഖതീബായ പള്ളിയിൽ അടുത്ത വെള്ളിയാഴ്ച വേറെ ഖതീബ് കയറി മൊഹിദ്ദീൻ ഷെയ്ഖ് മരിച്ചാലും ഖുതുബ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ആ വ്യവസ്ഥ അവസാനിച്ചു. ഈ വ്യവസ്ഥകൾക്ക് അതീതമായി ഇത് അദ്ദേഹം കേൾക്കുമെന്ന് പറയണമെങ്കിൽ പടച്ചറപ്പ് നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ, അതിനാണ് അദൃശ്യമായ കാര്യം, അഭൗതികമായ കാര്യം, മറഞ്ഞ വഴിക്കുള്ള കാര്യം, അസാധാരണമായ കാര്യം എന്നൊക്കെ മുൻകാല മുജാഹിദ് നേതാക്കന്മാർ എഴുതി വെച്ചത്. ആ നിലക്ക് മൊഹിദ്ദീൻ ഷെയ്ഖ് കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ പടച്ച റബ്ബിന്റെ കേൾവി ഷെയ്ഖിനുണ്ടെന്ന് വകവെച്ചു കൊടുത്തു. അതിന്റെ പേര് ശിർക്ക്ന. ഞാൻ തേടാൻ പോണ്ട കാര്യമില്ല. ഈ പ്രസംഗം ഇവിടെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പോഴേലും തങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചാലോ? ഇവിടെ അങ്ങേപ്പോ തങ്ങപ്പാപ്പ മാറി കുത്തർക്കുന്നുണ്ട്, മൂപ്പര് പുറത്തേക്ക് സുന്നിയാണെങ്കിലും ഉള്ളിക്ക് വഹാബിയാണ്, മൂപ്പര് അവിടെ വയത് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? ശിർക്കല്ല. എന്തുകൊണ്ട്? മൂപ്പർക്ക് സാധാരണ കേൾവിയുള്ളൂ, അതുകൊണ്ട് അവിടെ നിന്ന് മാറിക്കുന്നത്. അല്ലെങ്കിൽ പരീന്ന് കേൾക്കൂലേ? പരി കുത്തുന്നാലും കേൾക്കുമ്പോഴേ വരേണ്ട ആവശ്യമില്ല. മൂപ്പരെ കാതൊക്കെ ഭയങ്കര പവറാണ്, ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, വീട്ടിലവിടെ ഇരുന്നാലും ഈ പ്രസംഗം മൂപ്പരൊക്കെ അവിടെ ഇങ്ങനെ കേൾക്കാൻ പറ്റും എന്നാണെങ്കിലോ അത് ശിർക്കായി മാറി. അതെന്താ അത് ശിർക്കായത്? വ്യവസ്ഥകൾക്ക് അപ്പുറത്തുള്ള കേൾവി വകവെച്ചു കൊടുത്തു. ഇനി ഈ പ്രസംഗം ഒരു ജിന്ന് കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാലോ ശിർക്കാണോ? ശിർക്കാണോ? ഒരിക്കലുമല്ല. എന്തുകൊണ്ട്? ജിന്ന കേൾവിയുണ്ട്, അവര് ഭൂമിയിൽ വസിക്കുന്നുണ്ട്, അവർ മനുഷ്യന്മാരുടെ ഇടയിൽ അവർ ഇടപഴകുന്നുണ്ട്, അവരെങ്ങനെ പ്രസംഗം കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. എന്നാൽ ലോകത്ത് എവിടെയെങ്കിലുമുള്ള ജിന്ന് ഈ പ്രസംഗം കേൾക്കും വിശ്വസിച്ചാലോ ശിർക്ക് വന്നു. എന്തുകൊണ്ട്? അപ്പൊ വ്യവസ്ഥകൾക്ക് അപ്പുറത്തുള്ള കേൾവി, കഴിവിനപ്പുറത്തുള്ള കേൾവി, അല്ലാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട കേൾവി, അത് ജിന്നുകൾക്ക് വകവെച്ചു കൊടുത്തു. എന്നോ മരിച്ചുപോയ ഒരു ജിന്ന് ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാകും വിശ്വസിച്ചാലോ ശിർക്ക് വന്നു. എന്തുകൊണ്ട്? വ്യവസ്ഥകൾ അവസാനിച്ചിട്ടും ഇനിയും അവൻ കേൾക്കുന്നു എന്ന് വിശ്വസിക്കണമെങ്കിൽ വ്യവസ്ഥകൾക്ക് അതീതമായ കേൾവി, അസാധാരണമായ കേൾവി, അദൃശ്യമായ കേൾവി, അഭൗതികമായ കേൾവി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കേൾവി, പടച്ച റബ്ബിനു മാത്രമുള്ള കേൾവി, അത് ജിന്നിനുണ്ടെന്ന് വിശ്വസിച്ചു.
അതുകൊണ്ട് ആ ജിന്ന അഭൗതിക ചില മനുഷ്യന്മാർ പറഞ്ഞപ്പോ കൂട്ടരെ അത് പറയല്ലാന്ന് ഗൗരവമായി പറഞ്ഞതുകൊണ്ട് അത് പറയല്ല. അത് ഇത്ര ഗൗരവമായി കണ്ടതുകൊണ്ട് പടച്ച റബ്ബിനു മാത്രം അവകാശപ്പെട്ടതാണ് വ്യവസ്ഥകൾക്കതീതമായ കാര്യം. മറിയം ബീവിയുടെ മുമ്പിൽ മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു, അതിനുവേണ്ടി അല്ലാഹ് അയച്ച ദൂതനാകുന്നു ഞാൻ. പരിശുദ്ധനായ സന്താനത്തെ നൽകുവാനായി അല്ലാഹ് അയച്ച ദൂതനാകുന്നു ഞാൻ. എന്താ മറിയം ബീവി ചോദിച്ചത്? എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകാം? എനിക്കെങ്ങനെ കുട്ടിയുണ്ടാവും? കാരണം എന്താ? വലം യംസസ്നീ ബശർ വലം അകു ബഗിയ്യാ. എന്നെ ഒരു മനുഷ്യനും ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ. ഞാനാണെങ്കിൽ തെമ്മാടിയായ പെണ്ണുമല്ല, അഥവാ ന്യായമായ വഴിക്കൊരു ഭർത്താവ് സ്പർശിച്ചിട്ടില്ല. ന്യായമല്ലാത്ത വഴിയുടെ സ്പർശിക്കാൻ ഞാനോട് തെമ്മാടിയുമല്ല, വേശ്യയുമല്ല. ന്യായമായോ അന്യായമായോ ഒരു പുരുഷ സ്പർശനം ഉണ്ടാകുമ്പോഴാ ഗർഭമുണ്ടാവുക. ആ രണ്ടു വഴിക്കും സ്പർശനമുണ്ടായിട്ടില്ല, ലൈംഗിക ബന്ധമുണ്ടായിട്ടില്ല. പിന്നെങ്ങനെയാ കുട്ടിയുണ്ടാവുക? വ്യവസ്ഥയില്ലല്ലോ, പിന്നെങ്ങനെ കാര്യം നടക്കുക? എന്താ മലക്കിന്റെ മറുപടി? ഖാലകദാലികി. ശരിയാ, നീ പറഞ്ഞത് ശരിയാണ്, വ്യവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. നിന്റെ റബ്ബ് പറയുന്നു എനിക്കത് എളുപ്പമാണ്. കണ്ടോ, അല്ലാഹ്ക്ക് എളുപ്പം. കാരണം എന്താണ്? പുരുഷൻ സ്പർശിച്ചാൽ, ലൈംഗിക ബന്ധം ഉണ്ടായാൽ ഗർഭിണിയാവുക എന്ന വ്യവസ്ഥ വെച്ചത് ആരാ? അല്ലാഹു തആല. ആ പടച്ച റബ്ബിന് ഈ വ്യവസ്ഥ ഇല്ലാതെയും ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ കഴിയില്ല. ആ ഗർഭാശയത്തിന് കഴിയും. അതുകൊണ്ടാണ് പറയുന്നത് എന്റെ റബ്ബിന് എളുപ്പമാണ്. ചിലർ പറഞ്ഞത് CM മടവിന് എളുപ്പമാണ്. അപ്പൊ അത് പറയല്ല, അത് പറയല്ല. കൊടുത്ത കഴിവല്ലേ, അങ്ങനെ കഴിവ് കൊടുക്കൂല, അങ്ങനെ കഴിവ് കൊടുക്കൂല. ആ കഴിവ് കൊടുത്താൽ അല്ലാഹു തആല അവന്റെ ഖുദ്റത്ത് മറ്റൊരാൾ കൊടുത്തു എന്നർത്ഥം. അഥവാ അല്ലാഹ് സ്വയം പങ്കുകാരനെ സ്വീകരിച്ചു. അല്ലാഹു സ്വയം ഒരു പങ്കാളിയെ സ്വീകരിച്ചു. തന്റെ ഖുദ്റത്ത് ഒരു പടപ്പിനും കൂടി കൊടുത്തിട്ട് അവനെ പങ്കാളിയായി സ്വീകരിച്ചു. നമ്മോട് പറയാ അല്ലാഹു പങ്കു ചേർക്കാൻ പാടില്ല. അല്ലാഹ് സ്വയം പങ്കാളിയെ സ്വീകരിക്കുകയും ചെയ്യാ. അതുണ്ടാവോ? അതോട് ഇസ്ലാം പൊടിഞ്ഞില്ലേ? നബിമാരെ പറഞ്ഞേക്ക് അല്ലാഹു തആല എന്തിന് റബ്ബിൽ പങ്കു ചേർക്കാൻ പാടില്ല? അല്ലാഹുവിന്റെ പങ്കൊക്കെ അല്ലാഹ് മറ്റേ കൊടുത്തിട്ട് സ്വയം പങ്കാളി അല്ലാഹ് സ്വീകരിക്കുകയും ചെയ്യുക. നഊദു ബില്ലാഹ്. അതുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായ ഖുർആൻ മൊത്തം പൊളിഞ്ഞു, ദീന് മൊത്തം പൊളിഞ്ഞു, അമ്പിയാക്കൾ വന്ന് മുഴുവൻ ബാത്തിലായി പോയി. അതൊന്നില്ല. എന്താണ്ട് കൊടുത്തൂടെ? അങ്ങനെ കൊടുക്കൂല. അള്ളാന്റെ സിഫത്ത് ഒരു പടപ്പിനും കൊടുക്കൂല. അള്ളാഹുവിന്റെ സവിശേഷത ഒരു പടപ്പിനും കൊടുക്കൂല. റബ്ബിന്റെ പ്രവൃത്തികൾ ഒരു പടപ്പിനുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരു തുല്യനായി ആരും തന്നെ ഇല്ല. അതുകൊണ്ടാ മലക്ക് പറഞ്ഞത് ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. എന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എനിക്കത് എളുപ്പമാണ്. അത് റബ്ബിന് മാത്രമേ എളുപ്പമുള്ളൂ, വേറെ ആർക്കും എളുപ്പമില്ല. അതൊരു പടപ്പിനും എളുപ്പമാണ് എന്ന് വന്നാൽ ആ പടപ്പിനെ പടച്ചോനെ പോലാക്കി. പുരുഷ സ്പർശനമുണ്ടായി ഗർഭിണിയാവലോ അത് വ്യവസ്ഥയാണ്, അല്ലാഹ് വെച്ച വ്യവസ്ഥയാണ്. അത് വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ ഹലാലായി, വിവാഹം കഴിക്കാതെയാണെങ്കിൽ ഹറാമായിനേ ഉള്ളൂ. റിസൾട്ട് ഒന്നാണ്, രണ്ടിനും ഗർഭമുണ്ടാവും. ഒന്ന് ഹലാലായ വഴിയാണ്, മറ്റൊന്ന് ഹറാമായ വഴിയാണ്. രണ്ടും അല്ലാഹ് വെച്ച വ്യവസ്ഥയാണ്. എന്നാ തങ്ങപ്പാപ്പ പറയാ ഓക്ക് കുട്ടികളുണ്ടാവട്ടെ എന്നാണ് പറഞ്ഞു, കെട്ടിച്ചിട്ടില്ല, ഒന്നുമില്ല, ഓക്ക് ഗർഭമുണ്ടായും ചെയ്തു. അത് കറാമത്തെ നമ്മൾ കൂട്ടൂല, അത് കൂട്ടില കറാമത്തായിട്ട്. അത് മറ്റെന്തോ തട്ടിപ്പിന് എന്തോ ഒരു വേണ്ടത്ര ചെയ്തിട്ടുണ്ടെന്നേ വിചാരിക്കുള്ളൂ. അങ്ങനത്തെ കഴിവ് തങ്ങപ്പാപ്പാക്കില്ല. അങ്ങനത്തെ കഴിവ് അല്ലാഹ് കൊടുത്തിട്ടില്ല. അത് നമ്മളും സമ്മതിക്കുന്നുണ്ട്. അത് റബ്ബിന് മാത്രമുള്ളതാണ്. കും ഫയകൂൻ. അത് ആദം നബിയെ പഠിച്ചത് ഒരു ഉമ്മയും ബാപ്പയും ഇല്ലാതെ ആദം നബിയെ സൃഷ്ടിച്ചു. ഒരു ഉമ്മയും ബാപ്പയും ഇല്ലാതെ ഹവ്വ ബീവിയെ സൃഷ്ടിച്ചു. ആദം നബിയുടെ വാരിയിൽ നടത്തും. അപ്പൊ വാരിയിൽ നിന്ന് വാര ഉണ്ടാക്കാൻ പറ്റൂ? അള്ളാഹ്ക്ക് പറ്റൂ. കാരണം എന്താ? ഇന്ദ്രിയത്തിൽ നിന്ന് പുതിയ ആളെ സൃഷ്ടിക്കുന്ന അള്ളാഹ് പഠിച്ച വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ ആർക്ക് ഉപയോഗപ്പെടുത്താം എന്ന് അല്ലാഹു തആലാക്കോ ഈ വ്യവസ്ഥയൊന്നും വേണ്ട. അതുകൊണ്ട് ആദം നബിയെ പഠിച്ചു ഉമ്മയും ബാപ്പയും ഇല്ലാതെ. ഹവ്വ ബീവിയെ പഠിച്ചു ഒരു പുരുഷനിൽ നിന്ന് മാത്രം, സ്ത്രീ ഇല്ലാതെ. ഈസാ നബിയെ സൃഷ്ടിച്ചു ഒരു പെണ്ണിൽ നിന്ന് മാത്രം, പുരുഷനില്ലാതെ, ബാപ്പയില്ലാതെ. ഒന്ന് ഉമ്മയിൽ നിന്ന് മാത്രം, മറ്റൊന്ന് പെണ്ണില്ല ആണിൽ നിന്ന് മാത്രം, മറ്റൊന്ന് ആണും പെണ്ണുമില്ലാതെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. എന്നാ ഇനി ബാക്കി എല്ലാവരും അള്ളാഹ്ക്ക് അങ്ങനെ വെച്ചാൽ പോലെ. കല്യാണം കഴിക്കും വേണ്ട, ഗർഭം ഉണ്ടാകും വേണ്ട, ഈ വക ബുദ്ധിമുട്ടൊന്നുമില്ല, അതങ്ങനെ ബുദ്ധങ്ങനെ മനുഷ്യന്മാര് പൊട്ടിമൊളിച്ച് വരിക എന്ന് സിസ്റ്റം അള്ളാഹ്ക്ക് വെച്ചാൽ പോലെ. വെച്ചാൽ മതി. പക്ഷെ അത് വെച്ചാൽ
ദുനിയാവിന്റെ സിസ്റ്റം പൊളിയും, ദുനിയാവിന്റെ സന്തുലിതാവസ്ഥ തകരും, മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാതാകും. അതുകൊണ്ട് അല്ലാഹു തആല ഇവിടെ ഒരു വ്യവസ്ഥ വെച്ചു. ഈ ലോകം കൃത്യമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്കല്ല വ്യവസ്ഥ വെച്ചെന്നു, അല്ലാഹ്ക്കല്ല വ്യവസ്ഥ. ഈ വ്യവസ്ഥകൾക്ക് അപ്പുറമുള്ള കഴിവ് അല്ലാഹു തആലക്ക് മാത്രം. ആ കഴിവിനാണ് അദൃശ്യമായ കഴിവ് എന്ന് പറയാം, അതിനാണ് അസാധാരണമായ കഴിവ് എന്ന് പറയാം, അതിനാണ് അഭൗതികമായ കഴിവ് എന്ന് പറയുക, അതിനാണ് മറഞ്ഞ വഴിക്കുള്ള കഴിവ് എന്ന് പറയുക. ആ കഴിവ് അല്ലാഹു തആലക്ക് മാത്രമേ ഉള്ളൂ. അത് അമ്പിയാക്കൾക്കുമില്ല, ഔലിയാക്കൾക്കില്ല, മൊയ്തീൻ ശൈഖിനുമില്ല, റിഫായി ശൈഖിനുമില്ല, CM മടവൂനുമില്ല, ജിന്നിനുമില്ല, മലക്കിനുമില്ല, ഒരു പടപ്പിനുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ അത്തരം കഴിവും കാര്യങ്ങളൊക്കെ. ബാക്കി ഏതു സൃഷ്ടിയും അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ പ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് മാത്രം, അതല്ലാത്ത മറ്റൊന്നുമില്ല. ഇനി അല്ലാത്തൊരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ, കേൾവിയുണ്ട് വിശ്വസിച്ചാൽ, കാഴ്ചയുണ്ട് എന്ന് വിശ്വസിച്ചാൽ, പ്രവൃത്തിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ, ആ വിശേഷണത്തിൽ ആ സൃഷ്ടിയെ അവൻ റബ്ബിൽ പങ്കു ചേർത്തു. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സംഘാടകർ നമ്മളെ സമീപിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഇതിന്റെ ചെലവുകൾക്ക് വേണ്ടിയാണ്. എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുക. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അത്തരമൊരു കഴിവ് ഒരു സൃഷ്ടിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നതോടുകൂടി ആ വിശേഷത്തിൽ പങ്കു ചേർത്തു അള്ളാഹുവിൽ. നബിയുടെ മുമ്പിൽ വന്നൊരാൾ പറയുന്നു, നബിയെ മാഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അള്ളാഹും നിങ്ങളും ഉദ്ദേശിച്ചാൽ അതാണ് സംഭവിക്കുക. അല്ലാഹു റസൂലും വിചാരിച്ചാൽ അതുണ്ടാകുന്നു. എന്താ നബിയുടെ പ്രതികരണം? അജഅൽതനി ലില്ലാഹി നിദ്ദാ, അല്ലാഹുക്ക് തുല്യമാക്കുകയാണോ? കണ്ടോ, ഇലാഹാന്ന് വിശ്വസിച്ചിട്ടില്ല, സ്വയം കഴിവ് വകച്ചു കൊടുത്തിട്ടില്ല, നബി ആരാധിച്ചിട്ടില്ല, നബിയോട് പ്രാർത്ഥിച്ചിട്ടില്ല. ആകെ പറഞ്ഞത് എന്താ? അല്ലാഹും റസൂലും ഉദ്ദേശിച്ചാൽ അക്കാര്യം നടക്കും. മശീഅത്ത്, ഉദ്ദേശം എന്ന സിഫത്തിൽ അല്ലാഹുവിന്റെ കൂടെ നബിയെ ചേർത്തി പറഞ്ഞു. അല്ലാഹുവിന്റെ സിഫത്താണ് മശീഅത്ത്, ഇറാദത്ത്, ഉദ്ദേശിക്കുക. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ വാക്കാണ് മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചുണ്ടാകും, ഉദ്ദേശിക്കാത്ത ഉണ്ടാവുകയില്ല. വമാ തശാഉന ഇല്ല അൻ യശാ അല്ലാഹ്, നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ പോലും അല്ലാഹു ഉദ്ദേശിക്കണം എന്നൊക്കെ അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തി. ഈ മശീഅത്ത്, ഉദ്ദേശം, ഇറാദത്ത്, ഉദ്ദേശം എന്ന സിഫത്ത് എന്ന വിശേഷണം അല്ലാഹുവിന്റെ റസൂലിനും ചേർത്തി പറഞ്ഞു. മാഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്, യാ അല്ലാഹ് എന്നല്ല വിളിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേന. അപ്പൊ തന്നെ അല്ലാഹ് എല്ലാം ഉറപ്പാണല്ലോ, ഇലാഹ എല്ലാം ഉറപ്പാണല്ലോ. അപ്പൊ ഇലാഹ ആക്കിയാലേ ശിർക്കാവുള്ളൂ എന്ന് ഉസ്താദന്മാര് പറഞ്ഞ് പറ്റിക്കുമ്പോ അതല്ല. ഇവിടെ ഇലാഹേന്ന് വിളിച്ചിട്ടില്ല നബിയെ, സൃഷ്ടാവേന്ന് വിളിച്ചിട്ടില്ല, സ്വയം കഴിവുണ്ട് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളും അല്ലാഹും ഉദ്ദേശിച്ചാൽ. നബിയുടെ മറുപടി, നീ എന്നെ അല്ലാഹുവിനെ പോലെ ആക്കാണോ? കണ്ടു, അപ്പൊ അത്രയേ ഉള്ളൂ ശിർക്ക് വരാൻ. പടച്ച റബ്ബിന് മാത്രമുള്ള മശീഅത്ത് ഒരു പടപ്പിന് വകവെച്ചു കൊടുക്കുമ്പോഴേക്ക് ശിർക്ക് എന്ന് പറഞ്ഞു. സമാനമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം ഇവിടുത്തെ സമസ്തക്കാരുമായി ഏറ്റുമുട്ടിപ്പോകുന്നത് ഈ ഒരു മർമ്മത്തിലാണ്. സമസ്തക്കാരെ പോലെ അതൊന്നുമല്ല, അങ്ങനത്തെ വ്യവസ്ഥയും അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. അല്ലാഹ് കൊടുത്ത ആർക്കും എന്തും കൊടുക്കാം. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹ് കണക്കില്ലാതെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ഇവിടെ പാസ്സാക്കിയത്. അങ്ങനെ വ്യവസ്ഥ, സിസ്റ്റം, ദൃശ്യം, അദൃശ്യം അതൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അല്ലാഹ് കൊടുത്താൽ പിന്നെ കണക്കൊന്നുമില്ല. അപ്പൊ ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ല CM മടവന് കൊടുത്തു വിചാരിച്ചാൽ മതി, അപ്പൊ ശിർക്കാവൂല എന്നാ പോലും പറഞ്ഞു. ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ലാഹ് കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ പിന്നെ ശിർക്കില്ല. കാരണം അല്ലാഹ്ക്കാരും കൊടുത്തതല്ല, സ്വയം ഉള്ളതാണ്. മൊയ്തീൻ ശൈഖിന് സ്വയമില്ല, CM മടവന് സ്വയമില്ല, അത് അല്ലാഹ് കൊടുത്തതാണ്. അപ്പൊ അല്ലാഹനെ പോലെ അല്ലല്ലോ എന്നാണ് അവരെ പറഞ്ഞു പറ്റിച്ചത്. അതുകൊണ്ട് അല്ലാഹ് കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ പിന്നെ പ്രശ്നമില്ല. അപ്പൊ എന്തും ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മാലപ്പാട്ടും മൗലിദുമൊക്കെ ഈ കണ്ട എല്ലാ പിടുത്തം വിട്ട അന്ധവിശ്വാസം കയറി വന്നത്. നരകം വരെ ഞാൻ പൂട്ടിപ്പോകുന്നു പറഞ്ഞത് മൊയ്തീൻ ശൈഖിനെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. നരകം പൂട്ടുമായിരുന്നു. നബിതങ്ങൾ വന്ന് പറഞ്ഞു പോയല്ലോ നരകമുണ്ട് എന്ന്, അല്ലെങ്കിൽ എന്റെ മഹത്വം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നരകം പൂട്ടിപ്പോകുമായിരുന്നു. നരകം അടച്ചുപൂട്ടാൻ പൂതിയുണ്ട്, പക്ഷേ നബി പറഞ്ഞില്ല നരകമുണ്ട്, ഇനിയിപ്പോ ഞാൻ പൂട്ടിയാൽ പിന്നെ അത് പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ പൂട്ടുന്നില്ല എന്ന് മൊയ്തീൻ ശൈഖ് പറഞ്ഞു എന്നാണ് ഷെയ്ഖിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന കവിതയിലുള്ളത്.
സ്വർഗം കത്തിച്ചു കളയാൻ റാബിഅത്ത് നബിയെ പോയി എന്നാണ് സൂഫി കഥ. റാബിഅത്ത് നബിയെ ഒരു തീയും കൊണ്ട് പോവുക. അപ്പൊ എവിടേക്കായി പോണു? ഞാൻ സ്വർഗം തീ കൊടുക്കാൻ പോവാണ്. സ്വർഗം തീ കൊടുക്കാൻ എന്താ പത്? സ്വർഗം വേണ്ട, സ്വർഗത്തിന് വേണ്ട മനുഷ്യന്മാർ ഈ ഭാഗത്ത് എടുക്കണേ, അത് ശരിയാവൂല, അവിടെ സ്വർഗം തീ കൊടുക്കുകയാണ്. ബാറ സൂഫി എന്ന് നിങ്ങൾ തൽക്കാലം തീ കൊടുക്കല്ലേ, കാരണം സ്വർഗം ഉണ്ടായിട്ടേ മനുഷ്യന്മാർ സ്കേൾക്കുന്നില്ല. അത് തീ കൊടുത്തു പോയാൽ പിന്നെ ഇതും ഇല്ലാതാവും. എന്നാ അവിടെ നോട്ടെ, അതുകൊണ്ട് തൽക്കാലം സ്വർഗം കഴിച്ചിട്ടായി, അല്ലെങ്കിൽ 30 കത്തിച്ചു പോയി. ഇതേപോലത്തെ വിശ്വാസം കാരണം എന്താ? അല്ല കഴിവെടുത്തു എന്നാണ്. അല്ല കഴിവാണ് കൊടുത്താൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ ഒരു ആകാശം ഭൂമിയും എല്ലാ ലോകങ്ങളും എല്ലാം അവരെ കൈവശമായി. അവര് വിചാരിച്ച പോലെ ഭൂമി ഒരുണ്ട് പോൽ എൻ കയ്യിലെന്നോ അവർ, ഭൂമി അതൊക്കെയും ഒരു ചൂമാടെന്നോ അവർ. ഭൂമി ഉണ്ട പോലെ എന്റെ കയ്യിലാണ്. അത് അല്ല കഴിവെടുത്തു എന്ന് വിശ്വസിച്ചാൽ പ്രശ്നമില്ല. ഇതാണ് ഇപ്പോഴത്തെ സമസ്തക്കാരന്റെ വിശ്വാസം. അപ്പൊ ആർക്കും എന്തുമാവാം. അതാ കറാമത്ത് മുസ്ലിത്ത് പറഞ്ഞ ഇവിടെ ബേജാറാക്കുന്നത്. ഒരു പറഞ്ഞ പോലെ ഉണ്ടാകും, ഒരു നോക്കിയ പോലെ ഉണ്ടാകും, ഒരു വിചാരിച്ച പോലെ ഉണ്ടാകും. അതിനൊക്കെ അള്ളാന്റെ കഴിവ് കൊടുത്തിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നരകത്തിലാക്കാനും സ്വർഗത്തിലാക്കാനും ഹിദായത്ത് കൊടുക്കാനും ദലാലത്തിലാക്കാനും എല്ലാത്തിനുമുള്ള കഴിവ് അവർക്കുണ്ട്. അത് അള്ളാഹ് കൊടുത്ത കഴിവാന്ന് വിശ്വസിച്ചാൽ പിന്നെ ശിർക്കിന്റെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുക വഴി എല്ലാ ശിർക്കിനെയും വെള്ളപൂശാനാണ് ഈ നാട്ടിൽ സാഹചര്യം ഉണ്ടായത്. അപ്പൊ നമ്മൾ സാധാരണ കൂട്ടർ ഇത് ശരിയല്ല, അങ്ങനെയൊന്നും കഴിവല്ല കൊടുക്കൂല, അതൊന്നുമില്ല. ഈ അബൗദികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് മഹാന്മാർക്കില്ല, അമ്പിയാക്കൾക്കില്ല, ഔലിയാക്കന്മാർക്കില്ല. ഒരുപാട് ആയത്തും ദിവസം കൂടി പറഞ്ഞെടുക്കുക. ഇവിടെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 90 വയസ്സ് വരെ കുട്ടിയില്ലാതെ പരീക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ കഴിവുണ്ടെങ്കിൽ പിന്നെ അതിനർത്ഥമുണ്ടോ? സക്കറിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 80 വയസ്സ് വരെ കുട്ടികളില്ലാതെ പരീക്ഷിക്കപ്പെട്ടു. ഈ കഴിവുണ്ടെങ്കിൽ അങ്ങനത്തെ വല്ല പ്രശ്നമുണ്ടോ? ദാവൂദ് നബി അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 കൊല്ലം രോഗിയായി കഴിഞ്ഞു. രോഗം ശിഫാക്കാളെ കഴിവ് അല്ല കൊടുത്തതാണെങ്കിൽ പിന്നെ ഈ വക പ്രയാസം ഉണ്ടാവും. 14 കൊല്ലം ആ രോഗിയായി കഴിഞ്ഞത്. ആട് പറഞ്ഞ രോഗം മാറുമെങ്കിൽ അയ്യൂബ് നബിക്കാണ് പറഞ്ഞ പോലെ പിന്നെ ഇത് പരീക്ഷണമായി കാണാൻ പറ്റും. മടഞ്ഞ കാലം അറിയാത്തപ്പോൾ എത്ര പ്രശ്നം ഉണ്ടായി. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോൻ അറക്കാൻ കൊണ്ടുപോയി ത്യാഗമായി പറയുന്നു. മടഞ്ഞ കാര്യം അറിയുമായിരുന്നുവെങ്കിൽ അത് ത്യാഗമാകുമോ നമ്മൾ ചോദിക്കലുണ്ട്. കാരണം അത് അറക്കാൻ കൊണ്ടുപോയി അദ്ദേഹത്തിന് അറിയാം അറക്കേണ്ടി വരൂല, ഇത് വെറുതെ നാടകമാണ്, അള്ളാഹ് ആകാശത്തിന് ആടിനെ ഇറക്കി തരും, അതിനെ അറക്കുള്ളൂ, എന്റെ മോൻ അറക്കൂല എന്ന് അറിയുമെങ്കിൽ പിന്നെ അറക്കാൻ കൊണ്ടത് ത്യാഗമാണോ? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണക്കാർക്ക് പറഞ്ഞു, കൂട്ടരെ നിങ്ങൾ വലിയ അപകടത്തിലാണ്, നിങ്ങൾ ശിർക്കിലാണ്, ഉസ്താദുമാര് പറ്റിക്കുകയാണ്. ഇത് ശരിയല്ല. അബൗദികമായ കഴിവ് അള്ളാഹ്ക്കേ ഉള്ളൂ, ഒരു പടപ്പിനുമില്ല. ഇപ്പോഴത്തെ മാലപ്പാട്ട് വരുമ്പോഴോ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോനെടുക്കാൻ കൊണ്ടുപോയപ്പോ മുഹീദ്ദീൻ ശൈഖാണ് ഫത്വ കൊടുത്തതാണ് അള്ളാഹ്ക്ക് തൽക്കാലം ആടിനിറക്കി കൊടുത്താൽ മതി. വകുന്തു മഅ ഇബ്രാഹീമ മുൽഖം ബിനാരിഹി വമാ ബറദ النيران ഇല്ലാ ബിദഅവതി വകുന്തു മഅ ഇസ്മാഈല ഫിൽ ദബ്ഹി ഷാഹിദ വലൈസ നുസൂലുൽ കബ്ശി ഇല്ലാ ബിഫത്വതി. ഇസ്മായിൽ നബി അറക്കാൻ കൊണ്ടുപോകുമ്പോൾ ഞാനുണ്ടായിരുന്നു സാക്ഷിയായിക്കൊണ്ട്. പകരം ആടിനെ ഇറക്കി കൊടുത്തത് എന്റെ ഫത്വ കൊണ്ടല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് മാലപ്പാട്. അതും വിശ്വസിക്കാൻ കാരണം എന്താ? അള്ളാഹ് കൊടുത്ത കഴിവാണ്. നബി തങ്ങൾ മിഅ്റാജ് യാത്ര പോയി, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി. ബഹ്റിനൂരിലേക്ക് എത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഇനി നിങ്ങൾ പോയിക്കൊള്ളൂ, എനിക്ക് പോരാൻ പെർമിഷൻ ഇല്ല. അതാലി ബഹ്റിനൂരി ജിബ്രീലുൻ വഖഫ് ദൈനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങൾ പോയിക്കൊള്ളുക, എനിക്ക് പെർമിഷൻ ഇല്ല, ഇതുവരെ പോയാനേ പെർമിഷൻ ഉള്ളൂ. അവിടുന്ന് നബി ഒറ്റയ്ക്ക് പോയി നബിക്ക് വഴി തെറ്റി, നബിന് ചവിട്ട് തെറ്റി, നബി താഴോട്ട് വീണപ്പതാ ഒരാൾ ഓടി വന്ന് ഷോൾഡർ കാണിച്ചു കൊടുത്തു, ഇവിടെ ചവിട്ടിക്കോടിയാണ്. ഏതാ ഒരുവിധം ചവിട്ടി രക്ഷപ്പെട്ട് തൽക്കാലം വീഴാതെ. നിങ്ങൾ ആരാ? ഞാൻ മൊയ്തീൻ ശൈഖാണ്. എവിടേക്കാ പോണു ചോദിച്ചു. ഞാൻ അള്ളാനെ കാണാൻ പോവാ. എന്നാ ശരി, ഞാൻ കൊണ്ടാക്കി തരാം. സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലത്ത് നിന്ന് സിനഹർ നബിയോർക്ക് യർമാനമായോവർ അവരെ ചുമന്നന്ന് ഖബ ഖൗസൈനിയിൽ എത്തിച്ച് ബർക്കത്തും വാങ്ങി തേളിന്തോവർ എന്ന് പാട്ട് കാണാം. അവിടെ കൊണ്ടുപോയി നിർത്തിക്കൊടുത്തു. അള്ളാഹിനെ മുമ്പ് കൊണ്ടുവന്ന എന്താ വർത്താനം പറഞ്ഞു, ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞിട്ട് ബർക്കത്തും വാങ്ങിയ മൊയ്തീൻ ശൈഖ് പോന്നു. അന്ന് നബി കൊടുത്ത ബർക്കത്താണ്, മോനെ എന്റെ കാല് നിന്റെ ഷോൾഡർ തട്ടിയല്ലോ, അതുകൊണ്ട് നിന്റെ കാല് എല്ലാരെ ചുമലിലും ഉണ്ടാകും. നബിന്റെ കാല് ചവിട്ടിയ ഔലിയ വേറല്ല. അപ്പൊ എന്റെ കാല് നിന്റെ ചുമലിൽ തട്ടിയത് കൊണ്ട് നിന്റെ കാല് ഇനി എല്ലാരും ചുമലിലും ഉണ്ടാകും. അതാ ഖുതുബൈത്ത് പറഞ്ഞത്. അത് ഖുൽത ബിൽ ഇദ്നി മിൻ മൗലാക മുഅ്തമിറ
ഖദമി അലാ റഖബാത്തിൽ ഔലിയാഇ തുറാ. എന്റെ കാലിപ്പാദം എല്ലാ ഔലിയാക്കന്മാരുടെയും ഷോൾഡറിൽ ഉണ്ടാകുന്നു പ്രഖ്യാപിച്ചവരാണല്ലോ ഷെയ്ഖേ നിങ്ങൾ എന്ന് കുത്തുബിയത്ത് കാണാം. പൊട്ട വിഷയതല്ല. ഏതായിരുന്നാലും ശരി, അപ്പൊ സമസ്തക്കാരെ സംബന്ധിച്ചെന്താണ് ഭൗതിക കഴിവ് അഭൗതിക കഴിവ് ആ പ്രശ്നമൊന്നുമില്ല. അല്ല ചെയ്യുന്ന ഏത് പണിയും അമ്പിയാ ഔലിയാക്കന്മാര് ചെയ്യും. അല്ല പറയുന്ന എന്ത് കാര്യം ഓല് പറഞ്ഞാൽ നടക്കും. അല്ല നോക്കും പോലെ നോക്കും, അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും. CM മടവൂന്റെ ചരിത്ര പുസ്തകം എഴുതി വെച്ചു, മഹാന്മാരെ കുറിച്ച് അള്ളാഹു കാണും പോലെ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് എഴുതി വെച്ചു. നമ്മൾ സമസ്തന്റെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകും ക്ലിപ്പ്. എന്താ? അല്ല ചെയ്യുന്ന എല്ലാം ചെയ്യും, പക്ഷെ അല്ല ചെയ്യുന്ന പോലെ ചെയ്യൂല. എന്താ വ്യത്യാസം? അള്ളാഹ്ക്ക് സ്വയമുള്ളതാണ്, ഇവർക്കോ അല്ല കൊടുത്തതാണ്. അപ്പൊ അള്ളാഹിനെ പോലല്ല. ബാക്കി അല്ല ചെയ്യുന്ന എന്ത് കാര്യം മഹാന്മാര് ചെയ്യും, ഏത് കാര്യം മഹാന്മാര് ചെയ്യുന്ന അല്ല ഭൗതിക അഭൗതികം സാധാരണം അസാധാരണം ആ വ്യത്യാസമൊന്നുമില്ല. അത് തെളിവുണ്ടാക്കാൻ നോക്കിയവർ. അതുകൊണ്ട് ആ നിലക്ക് തേടിയാൽ അത് പ്രാർത്ഥനയല്ല. അപ്പൊ മൊയ്തീൻ ശൈഖ് ഈമാനോടെ മരിപ്പിക്കണേ എന്ന് തേടിയാൽ ദുആ അല്ല എന്നവര് പറഞ്ഞു. ദുആ അല്ല. ദുആ ആകണമെങ്കിൽ എന്ത് വേണം? മൊയ്തീൻ ശൈഖ് സ്വയം കഴിവുണ്ട് വിശ്വസിക്കണം. അഭൗതിക തേട്ടമാണോ? അഭൗതിക തേട്ടമാണ്. സമസ്തക്കാർ അഭൗതിക തേട്ടത്തിന് കുഴപ്പമില്ല. അത് ദുആ അല്ല. അതാണ് മംഗലാപുരം സംവാദത്തിൽ നമ്മൾ ചോദിച്ചല്ലോ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് മൊയ്തീൻ ശൈഖ് തേടിയാൽ എന്താ വകുപ്പ്? ഒരു പ്രശ്നമില്ലാതാ എംതിദാനി. കാരണം ഓലെ ബേസ് പ്രകാരം അങ്ങനെയാണ്. മൊയ്തീൻ ശൈഖ് ഇലാഹാന്ന് വിശ്വാസമില്ലാത്ത കാലത്തോളം എന്തും തേടാം. ഈമാനെ മരിപ്പിക്കാൻ തേടാം, സ്വർഗം വേണേ ചോദിക്കാം, നരകത്തുനിന്ന് കാക്കണമെന്ന് പറയാം, പാപം പൊറുക്കണമെന്ന് പറയാം, ഇസ്തിഗ്ഫാർ നടത്താം. അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അത് ശിർക്കല്ല. അവിടെയാണ് നമ്മൾ ആയത്തും ഹദീസും വെച്ച് പഠിപ്പിച്ചു കൊടുത്തത്. അത് ശരിയല്ല, ഇത് ശിർക്കാണ്. കാരണം നബിയുടെ ഒന്ന്, നബിയെ നിങ്ങളും അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയുമ്പോഴേക്ക് നീ എന്നെ അല്ലാഹനെ പോലാക്കിയോ എന്ന് ചോദിച്ചവരാ നബിതങ്ങൾ. നബിയെ വാള് തൂക്കാൻ ഒരു മരം വേണം, ബറക്കത്തെടുക്കാൻ മരം വേണം എന്ന് പറയുമ്പോഴേക്ക് ഇനി ഇലാഹി വേണമെന്ന് പറയും പോലെയാണ് എന്ന് പറഞ്ഞതാ നബിതങ്ങൾ. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക. അല്ലാഹുവിന്റെ പേര് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പഠിപ്പിച്ചവരാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഈ വക മുടന്ത ന്യായം പ്രമാണം അംഗീകരിക്കുന്ന ന്യായമല്ല എന്ന് പഠിപ്പിച്ചു. അഭൗതിക കഴിവ് അല്ലാഹ്ക്ക് മാത്രം ഒരു പടപ്പിനുമില്ല.